പിന്നെ സ്വന്തം ഭാര്യയുടെ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ അറിയാത്ത ആളാ. കണ്ട പട്ടിയുടെയും പൂച്ചയുടെയും ഫോട്ടോയൊക്കെ എടുത്ത് അവാർഡ് മേടിച്ചിരിക്കുന്നത്. ഭർത്താവായി ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് വേറൊരിടത്തും പോയി ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഹലോ 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 സേതുട്ടാ, ഇവിടെ ഇവിടെ അകത്തൊരാൾ. സേതുട്ടാ അകത്ത്. നിനക്ക് തോന്നിയതാവും. വാ. നീ ആരടാ? അപ്പോ സാറിനെ മറന്നുവല്ലേ? ഞാൻ ശിവൻ. നിനക്കെന്താ വേണ്ടത്? 10 കൊല്ലം മുമ്പ് സാറ് കാസർകോട്ടെ ബോവിക്കാനത്ത് വന്നപ്പോൾ എന്റെ കുറെ ഫോട്ടോകൾ എടുത്ത് പത്രത്തിൽ കൊടുത്തിരുന്നു. ആ ഫോട്ടോ എടുത്ത സാറിന് സർക്കാർ വലിയ ബഹുമതികളൊക്കെ നൽകി. അപ്പോഴും ഞാനും എന്റെ സഹജീവികളും സർക്കാരിന്റെ കരുണ കാത്ത് വേദന തിന്നു കിടന്നു. ശിവ, ഞാനൊരു മന്ത്രിയോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ അല്ല. വെറും ഒരു ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? സാറിനോട് പരാതി പറയാൻ വന്നതല്ല, പക്ഷെ ഒരു മുന്നറിയിപ്പ് നൽകാൻ വന്നതാ. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുമെന്ന് കരുതി ഞങ്ങൾ ഉറക്കെ കരഞ്ഞു. പക്ഷെ ആ കരച്ചിലിന്റെ ആഴവും പരപ്പുമെല്ലാം ഞങ്ങളുടെ വീടുകളിലെ അകത്തളങ്ങളിൽ തന്നെ പ്രതിധ്വനിച്ചു. ഇതുപോലെ പൊള്ളിയടരുന്നതും അല്ലാത്തതുമായ നിരവധി മാംസപിണ്ഡങ്ങൾക്ക് വേണ്ടി ഒരു നീതി ദേവതയും അശരീരം മുഴക്കിയിട്ടില്ല. കാസർകോട്ടും വയനാട്ടും പാലക്കാടും ഇടുക്കിയിലുമൊക്കെയുള്ള എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി പരീക്ഷണമൃഗങ്ങളോട് കാണിക്കുന്ന ദയവ് പോലും കാണിക്കാൻ ഒരു ഭരണകൂടത്തിന് സമയം കിട്ടിയിട്ടില്ല. ഇരന്നു വാങ്ങുന്ന അവകാശങ്ങളെക്കാൾ നല്ലത് അത് യുദ്ധം ചെയ്തു നേടുന്നതാണ്. ശിവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഞങ്ങളെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾക്ക് നേരെയാണ് എന്റെ യുദ്ധം. അവരുടെ മണ്ണും വെള്ളവും തലമുറയും വിഷം തിന്നുമ്പോൾ അവർ വരും, അല്ലെങ്കിൽ വരുത്തിക്കും ഞാൻ. ഈ വേഷത്തിൽ ആരോട് ചോദിച്ചാലും ഒരു തുള്ളി വെള്ളം പോലും തരില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു പെങ്ങളെ. നീ ആരെയാ വിളിക്കുന്നത്? പോലീസിന്. സേതുട്ടാ, അയാളൊന്നും വെറുതെ വിടരുത്, വെടിവെച്ച് കൊല്ലണം. ഇനി അവരെ കൊല്ലാൻ കഴിയില്ല. കാരണം അവരൊക്കെ എന്നോ മരിച്ചു ജീവിക്കുന്നവരാണ്. എൻഡോസൾഫാൻ കീടനാശിനി വിഷമഴയായി പെയ്തിറങ്ങിയപ്പോഴുണ്ടായ ആഘാതങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കെ ഇരകളെ പറഞ്ഞു പറ്റിക്കുന്ന ഭരണകൂടത്തിന്റെ ശീലക്കേടുകളോടാണ് ശിവനെന്ന ഒറ്റയാന്റെ യുദ്ധം.